Allah 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 നിങ്ങളെല്ലാവരും ചൊല്ലൂലേ എൻ്റെ കൂടെ ചൊല്ലൂലേ Allah 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 നിങ്ങളെല്ലാവരും അള്ളാഹ് എന്ന് പറഞ്ഞു. ഈ അള്ളാഹ് എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റമില്ലേ, അത് മേലത്തെ പല്ലിന് മുട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് പറ. മേലത്തെ പല്ലില്ലേ, പല്ലിന്റെ ബാക്കിൽ മുട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് പറ അല്ലാഹ്. ഒന്നുകൂടി പറഞ്ഞേ. നാവിന്റെ അറ്റം മേലത്തെ പല്ലിൽ മുട്ടുന്നില്ലേ? ഇല്ലേ? ആ കുട്ടികളൊക്കെ ബാക്കിലിരിക്കുന്ന മുതിർന്നവരും നാവിന്റെ അറ്റം മേലത്തെ പല്ലിൽ മുട്ടുന്നില്ലേ? ഒന്ന് പറഞ്ഞോക്കെ. മുട്ടുന്നില്ലേ? മുട്ടുന്നവരൊക്കെ കൈവോക്കെ. ഓക്കെ. നിങ്ങളിപ്പം പറഞ്ഞ അല്ല തെറ്റാ. പെണ്ണുങ്ങന്മാരെ, സ്ത്രീകളെ നിങ്ങൾ കേൾക്കുന്നില്ലേ? അല്ലാഹ് എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റം മേലത്തെ പല്ലിൽ മുട്ടാൻ പാടില്ല. മുട്ടിയാൽ അക്ഷരം മാറി. ഏത് അക്ഷരം എന്നറിയോ? നാവിന്റെ അറ്റം മേലത്തെ പല്ലിൽ മുട്ടിയാലുള്ള അക്ഷരം ഏതാന്നറിയോ? ത്വാഇന്റെ മേലെ പുള്ളിയിട്ട അക്ഷരം അല്ലാ അല്ലാ അല്ലാ. അപ്പൊ നാവിന്റെ അറ്റം മേലത്തെ പല്ലിൽ മുട്ടരുത്. മുട്ടാതെ പറയണം. ഒന്ന് മുട്ടാതെ പറഞ്ഞാട്ടെ. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടിക്കണ്ടേ? എവിടെയാ മുട്ടിക്കേണ്ടത്? നാവിന്റെ അറ്റം മേലത്തെ പല്ലിലല്ല മുട്ടേണ്ടത്, പല്ലിന്റെ തൊട്ടടുത്തുള്ള നൊണ്ണെന്നാ നമ്മളെ നാട്ടിലൊക്കെ പറയാ. നൊണ്ണെന്നാ പറയാ. നെജ്ജ്, പല്ലിന്റെ നെജ്ജ്. ആദ്യമായിട്ടാണ് ഞാൻ. അഥവാ ശരിക്കും ഞാൻ പറഞ്ഞുതരാം. അല്ലാന്ന് എഴുതുമ്പോ ആന്ന് എഴുതിയിട്ട് രണ്ട് ലാമല്ലേ എഴുതാ. ലാ ലാ ലാ. ഒന്ന് ലാ പറഞ്ഞാട്ടെ. ലാ എന്ന് പറയുമ്പോ നാവിന്റെ അറ്റം മേലത്തെ പല്ലിൽ മുട്ടുന്നുണ്ടാ? ലാ ലാ മുട്ടുന്നുണ്ടോ? ഇല്ല. ലാ പറയുമ്പോ നാവിന്റെ അറ്റം മേലത്തെ പല്ലിൽ മുട്ടുന്നില്ല. ലാ 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 ലാ. അതേപോലെ അല്ലാ 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 അല്ലാ.